Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 10 ഫിസിക്സ് പ്ലസ് 1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ വേവ് ടൈപ്സ് എന്നുള്ള ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, അതായത് ഒരു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് വേവ് ടൈപ്സ്. ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്, അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. So first one എന്താണ് ചോദിച്ചിരിക്കുന്നത്? What is the distance between a crest and a consecutive trough in a transverse wave? ഒരു ട്രാൻസ്വേഴ്സ് വേവിലെ ആ ഒരു ക്രസ്റ്റും അതുപോലെ തന്നെ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആ ട്രഫും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ ഹാഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത് നോക്കൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ക്രസ്റ്റ് ആൻഡ് എ കോൺസിക്യൂട്ടീവ് ട്രഫ് ഈസ് ഓഫ് ദ ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത്. അപ്പൊ ഹയസ്റ്റ് സർഫേസ് പാർട്ട് ഓഫ് ദ വേവിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ലോവസ്റ്റ് പാർട്ടിനെ ട്രഫ് എന്ന് പറയും. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ ഒരു ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വേവ് ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസന്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫുകളെയാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് എന്താണ്, ഒരു ക്രസ്റ്റും വരും, ഒരു ട്രഫും വരും അല്ലെ. ഇതാണ് നമുക്ക് വരുന്ന ഒരു വേവ് ലെങ്ത്. അപ്പൊ ഈ ഒരു ഹയസ്റ്റ് പാർട്ടിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ട്രഫ് എന്നാണ് പറയുന്നത്. ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ഹൈറ്റ് എന്ന് പറയാം അല്ലെ. ഈ ഒരു വേവ് ഹൈറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ്, രണ്ട് അഡ്ജസന്റ് ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് അഡ്ജസന്റ് ട്രഫുകൾ തമ്മിൽ വരുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടോട്ടൽ ആയിട്ട് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു ക്രസ്റ്റും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ട്രഫും ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിസിബിൾ പാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദ ലൈറ്റ്. ലൈറ്റ് ആണ് നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലൈറ്റ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, TV റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയാണ്? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ TV റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ഫ്രീക്വൻസി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Which one of the following is not true for an electromagnetic wave? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ബേസ് ചെയ്തിട്ട് ട്രൂ അല്ലാത്ത സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്പോർട്ട്സ് എനർജി ആൻഡ് മൊമെന്റം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് can be polarized and reflected. Electromagnetic wave is longitudinal. So option C അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ലോഞ്ചിറ്റ്യൂഡിനൽ. സോ റോങ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ. Which one of the following wave is used for detecting forgery in currency note? കറൻസി നോട്ടുകൾ ഉണ്ടാവുന്ന ആ ഒരു ഫേക്ക് അല്ലെങ്കിൽ ഫോർജറി ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? ഇറ്റ് ഈസ് അൾട്രാ വയലറ്റ് വേവ്സ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which one of the following is not an electromagnetic wave? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലാത്തത് ഏതാണെന്നാണ്. ഇറ്റ് ഈസ് അൾട്രാസോണിക് വേവ്. അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ല. ഓക്കെ, ലൈറ്റ് വേവ്, റേഡിയോ വേവ്, മൈക്രോവേവ്, ദീസ് ആർ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ബട്ട് അൾട്രാസോണിക് വേവ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക്. What type of waves are light wave? Light wave എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് വേവ് ആണ്? ട്രാൻസ്വേഴ്സൽ, ലോഞ്ചിറ്റ്യൂഡിനൽ, ബോത്ത് എ ആൻഡ് ബി, നൺ. ഓപ്ഷൻ എ ട്രാൻസ്വേഴ്സ് വേവ്. ലൈറ്റ് വേവ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ മോഷൻ ഓഫ് എനർജി. എനർജിയുടെ മോഷന് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് അതിന് ട്രാൻസ്വേഴ്സ് എന്ന് പറയാം. ലൈറ്റ് ഒരു എക്സാമ്പിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും പാരലൽ മോഷനിലായിരിക്കും അല്ലെ. എനർജിയുടെ തരത്തിൽ പാരലൽ മോഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. അപ്പൊ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. The waves with the frequency above the audible range of human being are called. ഹ്യൂമൻ ബീയിങ്ങിന് കേൾക്കാൻ പറ്റുന്നതിന്റെ ഓഡിബിൾ റേഞ്ചിലും ഹൈ ആയിട്ട് വരുന്ന വേവ്സിനെ നമുക്ക് എന്ത് പറയാം? അൾട്രാസോണിക് വേവ്സ്. ഓപ്ഷൻ ബി അൾട്രാസോണിക് വേവ്സ്. What type of wave is used in MRI machine? MRI മെഷീനിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വേവ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി മാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ദി MRI മെഷീൻ. MRI മെഷീനിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? മാഗ്നറ്റിക് വേവ്സ് ആണ്. The place inside the Earth's crust where the earthquake originates is called as. ഒരു earthquake originate ആകുന്ന ഭൂമിയുടെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ, എർത്തിന്റെ ക്രസ്റ്റിൽ വരുന്ന ആ ഒരു പ്ലേസിനെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഫോക്കസ് ഓഫ് ദി എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്കിന്റെ ഫോക്കസ് എന്നാണ് നമ്മൾ ആ ഒരു എർത്ത്ക്വേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേര്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ 10 MCQ ആണ് നമ്മൾ വേവ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.